ഇപ്പോൾ ജിതിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിതിന് ഇപ്പോൾ മാൽപ്പ ഇറങ്ങി, മാൽപ്പയ്ക്ക് ഉത്തരവ് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഈ എന്തുകൊണ്ടൊരു വൈകൽ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ? ഇല്ല, ഒരു അറിയിപ്പും കിട്ടില്ല. ഇവിടെ 10 മണിയാകുമ്പോൾ എന്താ സാഹചര്യം, ഇതൊരു ഓഫീസ് ടൈമിൽ ഒരു തെരച്ചിൽ ആ ഒരു രീതിയിലാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓഫീസ് ടൈമാണല്ലോ 10 മണി, ആ ഒരു സാഹചര്യമാണ് ഇവിടെയും അവർ ഉപയോഗിക്കുന്നതാണ് ഞാൻ തോന്നുന്നത്. മാൽപ്പയെ സംഘം ഇവിടെ 8 മണി ആ സമയം മുതലുണ്ട്. അവർക്ക് ഒരു അനുമതി കിട്ടാൻ 8:30ക്കാണ് ഇന്നലെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് വിപരീതമായിട്ട് ഇന്ന് 10 മണി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ 10 മണിയായപ്പം മാൽപ്പ ഇറങ്ങി. എന്തായാലും അനുമതി കിട്ടിയിട്ടാണോ അത് കിട്ടാതെയാണോ എന്നുള്ളത് അറിവില്ല. ഇപ്പോൾ 8 മണിക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് കുറച്ചുകൂടി അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, സമയം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം കഴിയണമല്ലോ, ഈ പ്രവൃത്തിയെല്ലാം. അത് എത്രയും പെട്ടെന്ന് അത് തീർക്കുന്നതാണ് അതിന്റെ ഉചിതമായ നടപടി. പക്ഷെ അതുണ്ടാകുന്നില്ല. എന്തുകൊണ്ട് എന്നൊരു അങ്ങനെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്നലെ നേവിയും സംഘവും എല്ലാം എത്തുമെന്ന് പറഞ്ഞതിന് വിപരീതമായ കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത്. ഇന്നലെ അങ്ങനെ ഒരു സംഘം അവിടെ എത്താൻ സാധിച്ചില്ല അവർക്ക്. മാൽപ്പയും അതേപോലെ കാർവാർ MLA നേതൃത്വത്തിലുള്ള തെരച്ചിലാണ് ഇന്നലെ നടന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആൾക്കാരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇന്നലെ. ഇന്നിപ്പോ STRFും ഉണ്ടെന്നോ? ഇന്ന് STRF, NDRF, നേവിയുടെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ വിലയിരുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഈശ്വർ മാൽപ്പയും സംഘവും. ഇത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ജിതിൻ പറയുന്നത്. ഇതിപ്പോൾ ഓഫീസ് ടൈം പോലെയാണ്. അതായത് 10 മണിക്ക് തെരച്ചിൽ തുടങ്ങുക, പിന്നീട് കുറച്ച് സമയത്തിനുള്ളിൽ തെരച്ചിൽ അവസാനിപ്പിക്കുക. അതിൻ്റെ ഒരു സർക്കാർ സമയം പോലെ ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. അർജുനെ എത്രയും വേഗം കണ്ടെത്തുക എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനേത് സമയമെന്നില്ല, അനുകൂലമായ സാഹചര്യം അത് ഉപയോഗപ്പെടുത്തുക എന്നാണ്. ഏതായാലും മാൽപ്പ ഈ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു. അതായത് കരയോട് ചേർന്ന സ്ഥലത്താണ് ഇപ്പോൾ മാൽപ്പ ഇറങ്ങിയിട്ടുള്ളത്. ആ ഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓയിലിൻ്റെ അംശം കണ്ടെത്തിയ, ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലമാണ്. അവിടെയാണ് ഏറ്റവും ആദ്യം ഈശ്വർ മാൽപ്പയെ തെരച്ചിൽ നടത്തുന്നത്. അവിടെ തെരച്ചിൽ നടത്തി ആ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ഈ സാന്നിധ്യം, ലോറിയുടെയോ മറ്റോ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രതീക്ഷ. നേരത്തെ ജിതിൻ നമ്മളോട് പറഞ്ഞതനുസരിച്ച് ഒരു ടാങ്കർ ലോറി കൂടി ഇതിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. ആ ടാങ്കർ ലോറിയുടെ ചേസിൻ്റെ ചില ഭാഗങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ടാങ്കർ ലോറിയുടെ ഭാഗമായുള്ള ഇന്ധനത്തിൻ്റെ, ഓയിലിൻ്റെ അംശമാണോ അതോ നമ്മുടെ അർജുൻ്റെ ട്രക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ധനത്തിൻ്റെ അംശമാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയുമില്ല. അതുകൊണ്ട് അങ്ങനെ 2 സാധ്യതകൾ ഇതിൽ ജിതിൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്.